അമേരിക്കയുടെ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ ഇത് ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ എൻഡ് ഗെയിം എന്താണെന്നുള്ളത് വ്യക്തമാക്കാൻ ട്രംപിനോ നെതന്യാഹുവിനോ കഴിഞ്ഞിട്ടില്ല. റെജീം ചേഞ്ച് എന്ന് പറയുമ്പോഴും ആരെ വെക്കും, എങ്ങനെ ചെയ്യും, നീണ്ടു പോകാനാണ് സാധ്യത. കാരണം ഇരു കൂട്ടരും വിട്ടുകൊടുക്കും തോന്നുന്നില്ല. ഇത്രയും വലിയൊരു റെസിസ്റ്റൻസ് അവരൊരു പക്ഷേ പ്രതീക്ഷിച്ച് കാണത്തില്ല. ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി സമ്മർദ്ദം ചെലുത്തി അമേരിക്കയും ഇസ്രായേലിനെയും ഇതിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ഇറാൻ സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്ക പറയുന്ന 3 കണ്ടീഷൻസും ആക്സെപ്റ്റ് ചെയ്യുമെന്ന് കരുതാനേ വയ്യ. റഷ്യയും ചൈനയും മിലിറ്ററിലി ഇടപെടില്ല, പ്രത്യേകിച്ച് അമേരിക്ക ഇൻവോൾവ് ആയതുകൊണ്ട്. ഇന്ത്യയുടെ വളരെ ന്യൂട്രൽ ആയിട്ടൊരു നിലപാടാണ്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം പലർക്കും ഒരു അസംതൃപ്തി തോന്നിയത്, ഖമേനി മരിച്ചതിന് ശേഷം അല്ലെ കൊല്ലപ്പെടുത്തിയതിന് ശേഷം ഒരു റിമാർക്ക് നമ്മുടെ സൈഡിൽ നിന്ന് വന്നില്ല എന്നുള്ളതാണ്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടച്ചിടുമ്പം അതും ചൈനയെ ബാധിക്കും എന്നുള്ളത് വാസ്തവമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് ഏറ്റവും വിശ്വസ്തനും പറഞ്ഞാൽ തനിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്നു എന്ന് തോന്നുന്ന ഒരാളാണ് ട്രംപ്. അപ്പോൾ അവരുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ സുപ്രീം ലീഡറിനെ വധിക്കുക എന്നുള്ളതായിരുന്നു. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. കുടുങ്ങി എന്ന് വേണമെങ്കിലും പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി തിരിച്ചപ്പോൾ ഇത്രയും വലിയൊരു പ്രത്യാഘാതം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളെ ഇത്രയധികം ഇറാൻ അറ്റാക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് കാണത്തില്ല. ഇറാൻ്റെ സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രോൺസ് ആണ്. ഡ്രോൺസിന് അവർക്ക് ആരുടെയും സഹായം വേണ്ട. പക്ഷേ ഇറാൻ ആയിട്ട് അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ വളരെ വിരളമാണ്, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. റൈറ്റ് അവറിൽ വിദേശകാര്യ വിദഗ്ധൻ നിർമ്മല എബ്രഹാം, സ്വാഗതം. ഇറാനിൽ അമേരിക്ക ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഇറാൻ തിരിച്ച് ആക്രമിക്കുന്നു. ഇറാൻ്റെ സുപ്രീം ലീഡറെ വധിച്ചുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ഒരു യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു യുദ്ധം എങ്ങനെയായി തീരുമെന്നാണ് വിചാരിക്കുന്നത്? ഈ ഒരു യുദ്ധം തുടങ്ങി ഇത്രയും ആയ സ്ഥിതിക്ക്, കാരണം വെച്ചാൽ അമേരിക്ക കുറേ നാളായിട്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു ആഗ്രഹമായിരുന്നു റെജീം ചേഞ്ച് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് പലതവണ സംസാരങ്ങളുണ്ടായെങ്കിലും ഇപ്പോൾ ഇതിന് ശ്രമിക്കാൻ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത് നവംബറിൽ, ഈ വരുന്ന നവംബറിൽ 2026 ഇരു കൂട്ടർക്കും, ബെഞ്ചമിൻ നെതന്യാഹുവിനും ഡൊണാൾഡ് ട്രംപിനും കോൺസിക്വൻഷ്യലായിട്ടൊരു ഇലക്ഷൻ വരുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മിഡ് ടേം ഇലക്ഷൻസ് വരുന്നുണ്ട്. അവിടെ സെനറ്റിലോ കോൺഗ്രസിലോ സീറ്റുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു അൾട്ടിമേറ്റ് പവറൊന്നും പിന്നെ കാണിക്കാൻ സാധിച്ചെന്ന് വരില്ല. സ്വന്തം ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുക്കാനോ യുദ്ധം തുടങ്ങാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു തടസ്സം ട്രംപിന് നിൽക്കുന്നു. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പാർലമെൻ്ററി ഇലക്ഷൻ നടക്കാനിരിക്കുന്നു. ഇപ്പോഴത്തെ കണക്കുകൾ പോൾസ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രൈം മിനിസ്റ്റർഷിപ്പ് തന്നെ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടാനും സാധ്യതയില്ല. എന്നാൽ ഇലക്ഷന് തൊട്ടുമുന്നേ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും തോൽവി ഉറപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിന് ഒരു 6-7 മാസം 8 മാസമെങ്കിലും മുന്നേ തന്നെ ഇറാൻ അവരുടെ വീക്കസ്റ്റ് പോയിന്റ് നിൽക്കുന്നു എന്നുള്ള സൂചനയുണ്ട്. അവരുടെ പ്രോക്സീസ് ആയിട്ടുള്ള ഹെസ്ബുള്ളയും ഹൂത്തികളും ഹമാസും വീക്കസ്റ്റ് പോയിന്റ് നിൽക്കുന്നു എന്നുള്ള സൂചനയുണ്ട്. യുണൈറ്റഡ് നേഷൻസും വീക്കസ്റ്റ് പോയിന്റ് നിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ട്രംപ് എന്ന് പറയുന്ന ഒരു പ്രസിഡൻറ്റും കയ്യിലുള്ളൂ. കാരണം ട്രംപിൻ്റെ കേസിൽ 21-ാം നൂറ്റാണ്ടിൽ ഇത്രയധികം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. കാരണം ആദ്യത്തെ ടേമിൽ പോലും നമ്മളത് ഇപ്പോഴാണ് ഓർത്ത് തിരിച്ച് ചിന്തിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഓരോ മനുഷ്യർക്കും മനസ്സിലാവുന്നത്. കാരണം വെച്ചാൽ ജെറുസലേമിനെ ഇവരുടെ ക്യാപിറ്റലായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു, ഗോളൻ ഹൈറ്റ്സിനെ അവരുടെ ടെറിട്ടറി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു, ഏബ്രഹാം അക്കോർഡ്സ് വഴി അറബ് നേഷൻസുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നു. കൂടാതെ ഇത്തവണ അവർക്ക് വേണ്ടി ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സ് അടിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഏറ്റവും വിശ്വസ്തനും പറഞ്ഞാൽ തനിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്നു എന്ന് തോന്നുന്ന ഒരാളാണ് ട്രംപ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്ന സ്ഥിതിക്കാണ് യുദ്ധത്തിലേക്ക് പോയത്. ഇനി എത്തപ്പെട്ട അവരുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ സുപ്രീം ലീഡറിനെ വധിക്കുക എന്നുള്ളതായിരുന്നു. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് കുടുങ്ങി എന്ന് വേണമെങ്കിലും പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി തിരിച്ചപ്പോൾ ഇത്രയും വലിയൊരു പ്രത്യാഘാതം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളെ ഇത്രയധികം ഇറാൻ അറ്റാക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് കാണത്തില്ല. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ എക്കണോമിക്കലിയും പതിയെ നമ്മൾ ഉൾപ്പെടെ ഇന്ത്യൻസ് ഉൾപ്പെടെ അറിയാൻ പോകുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ട് ഇത് കുറച്ച് നീണ്ടു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഒരറ്റത്ത് IRGC, ഇപ്പോൾ IRGC നേരിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം വെച്ചാൽ സുപ്രീം ലീഡർ പോയി ഇതിന് മുമ്പേ തന്നെ ഫെബ്രുവരിയിൽ ഇവർ ഒരു മോക്ക് ഡ്രില്ല് നടത്തിയിരുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ IRGCയുടെ ഓരോ വിങ്ങും എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ധാരണ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവരുടെ വഴിക്ക് മുന്നോട്ട് പോകുന്നു. അമേരിക്ക ഇസ്രായേലും ആട്ടെ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന്, മിസൈൽ. ഇപ്പം നമ്മൾ ഹമാസിൻ്റെയും ഹെസ്ബുള്ള ആയിട്ടുള്ള യുദ്ധം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ സ്ഥിരം ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. അതായത് ആദ്യം ലീഡറിനെ വധിക്കുന്നു, പിന്നെ ലീഡറായി പ്രിപ്പയർ ചെയ്ത് ലീഡറാകാൻ തയ്യാറെടുക്കുന്ന ആളുകളെ വധിക്കുന്നു, അതിൻ്റെ താഴെ സെക്കൻഡ് ഇൻ ലൈൻ, തേർഡ് ഇൻ ലൈൻ, ഫോർത്ത് ഇൻ ലൈൻ നിൽക്കുന്നവരെയും വധിക്കുന്നു. അങ്ങനെ ഒരു ഭീതി പടർത്തുന്നു. അത് ഹമാസിൻ്റെ കേസിൽ കണ്ടാണ്. ആദ്യം ഇസ്മായിൽ ഹനിയെ വധിച്ചു, അത് കഴിഞ്ഞിട്ട് യാഹിയ സിൻവറിനെ വധിച്ചു, അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് സിൻവറിനെ വധിച്ചു, അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ഉണ്ടായിരുന്ന മുഹമ്മദ് ഡൈഫിനെ വധിച്ചു. അങ്ങനെ ഓരോരുത്തരെ വധിക്കുമ്പോൾ അവിടെ ഒരു ഭീതി പടർത്താൻ സാധിക്കുന്നു. മറുവശത്ത് മിസൈൽ ലോഞ്ചേഴ്സ്, ഹെസ്ബുള്ളയ്ക്ക് എതിരെ ഇവരതാ ചെയ്യുന്നത്. മിസൈലുകൾ ഉണ്ടാവും, പക്ഷേ മിസൈൽ ലോഞ്ചേഴ്സും റോക്കറ്റ് ലോഞ്ചേഴ്സും നശിപ്പിക്കാനുള്ളൊരു സ്ട്രാറ്റജി. അപ്പോൾ അതുമായിട്ട് ഇവർ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ വെടിയുണ്ടുണ്ട്, പക്ഷേ വെടിവെക്കാൻ തോക്കില്ല എന്നുള്ളൊരു സാഹചര്യം വരും. പക്ഷേ
ഇറാൻ്റെ സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രോൺസ് ആണ്. ഡ്രോൺസിന് അവർക്ക് ആരുടെയും സഹായം വേണ്ട. അവർക്ക് സെൽഫായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അത് യുദ്ധത്തിനിടയ്ക്ക് പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവണം. അതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ പോലും ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് നീണ്ടു പോകാനാണ് സാധ്യത. കാരണം ഇരു കൂട്ടരും വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ അമേരിക്കയോ ഇസ്രായേലോ സമ്മർദ്ദത്തിന് വഴങ്ങണം. ഇറാൻ സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്ക പറയുന്ന 3 കണ്ടീഷൻസും അക്സെപ്റ്റ് ചെയ്യുമെന്ന് കരുതാനേ വയ്യ. കാരണം ഒരു കണ്ടീഷൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം അവസാനിപ്പിക്കുക, മൊത്തത്തിലത് മറക്കുക. അതിനോടൊപ്പം തന്നെ ബലിസ്റ്റിക് മിസൈൽസിൻ്റെ സ്കീമും ഡെവലപ്മെൻറ്റും അവസാനിപ്പിക്കുക, പ്രോക്സി സപ്പോർട്ട് അവസാനിപ്പിക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലാനുള്ള കത്തി അമേരിക്കയുടെ കൊടുക്കുന്നതിന് തുല്യമായതുകൊണ്ട് ഇറാനും അത് ചെയ്യാൻ സാധ്യതയില്ല. നീണ്ടു പോകാതിരിക്കട്ടെ, പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നീണ്ടു പോകുമെന്നാണ് തോന്നുന്നത്. ഇറാൻ ഇത്തരത്തിൽ തിരിച്ചടിക്കുമെന്നുള്ളൊരു ധാരണ ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെ തീർത്തും പറയാൻ പറ്റില്ല. കാരണം ഹമാസിനെയും ഹെസ്ബുള്ളയും പോലെ നോൺ സ്റ്റേറ്റ് ആക്ടർ അല്ല, ഇറാൻ സ്റ്റേറ്റ് ആക്ടറാണ്. വളരെ വലിയൊരു സിസ്റ്റമാണ്. അത് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയും കൂടെ ചേർന്ന് കുറേ നാളുകളത്തെ പ്ലാനിങ്, അതിൽ ഇറാനെ വീക്കൻ ചെയ്യാനും ഇറാൻ്റെ പ്രോക്സികളെ വീക്കൻ ചെയ്യാനും ഈ കഴിഞ്ഞ എനിക്ക് 2023 മുതൽ അവർ മുന്നിൽ കണ്ടത് ഇറാനെ നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് മറ്റുള്ള യുദ്ധങ്ങളെല്ലാം ചെയ്തതെന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ തോന്നുന്നു. കാരണം ഇപ്പം അവരെല്ലാം വീക്കാക്കി, ഇറാനെയും വീക്കാക്കി, തലപ്പത്തിരുന്നവരെ കളഞ്ഞു, ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ കളഞ്ഞു, ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ചു. അങ്ങനെ ഓരോന്നും ചെയ്തു വന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. പക്ഷേ റെസിസ്റ്റൻസ് ഇത്രയും ഉണ്ടാകുന്നൊരു പക്ഷേ കരുതി കാണത്തില്ല. രണ്ടാമത് എനിക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മറ്റ് സ്ഥലങ്ങളിലൊക്കെ അമേരിക്ക ഇൻവേഡ് ചെയ്തപ്പോൾ, അതിപ്പോൾ 2001 അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, 2003 ഇറാഖ് ആയിക്കോട്ടെ, 2011 ലിബിയ ആയിക്കോട്ടെ, ഈ വർഷം വെനസ്വേല അല്ല കഴിഞ്ഞ വർഷം വെനസ്വേല ആയിക്കോട്ടെ, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ ഗ്രൗണ്ട് ഇൻവേഷൻ നടന്നു. സൈനികരെ ഇറക്കിക്കൊണ്ടാണ് ആ രാജ്യങ്ങളിൽ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവന്നത്. പക്ഷേ ആ രാജ്യങ്ങളെക്കാളൊക്കെ ഇരട്ടി അല്ലെ 2 ഇരട്ടി അല്ലെ 3 ഇപ്പോൾ വെനസ്വേലയുടെ 2 ഇരട്ടി അല്ലെ 2 ഇരട്ടി സൈസ് 3 ഇരട്ടി പോപ്പുലേഷൻ ഉണ്ട്. ഇറാഖിൻ്റെ 2 ഇരട്ടി സൈസ്. അങ്ങനെ വലിയൊരു രാജ്യം. മാത്രമല്ല അവരുടെ സിസ്റ്റം വളരെ കോംപ്ലിക്കേറ്റഡ്. ഇപ്പം മദൂറോ, വെനസ്വേല എന്ത് ചെയ്തു, ഒരു മദൂറോയെ മാറ്റിയപ്പോൾ അവിടെ കാര്യങ്ങൾ ശാന്തമായി. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എൽസി റോഡ്രിഗസ് ട്രംപ് പറയുന്നതനുസരിച്ച് അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരം പോലും ഇല്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സുപ്രീം ലീഡറിനെ കളഞ്ഞപ്പോൾ തന്നെ നേരത്തെ തന്നെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഉണ്ട്. ചീഫ് ജസ്റ്റിസും പ്രസിഡന്റും ഒരു ക്ലറിക്കൽ ലീഡറോടെ ആ സ്ഥാനം ഏറ്റെടുത്ത് ആ ഡ്യൂട്ടീസ് ചെയ്യും. തൊട്ട് താഴെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഉണ്ട്, ഗാർഡിയൻ കൗൺസിലുണ്ട്, പ്രതിരോധം തീർക്കാൻ സെക്യൂരിറ്റി കൗൺസിലുണ്ട്, ആ പ്രതിരോധം തീർക്കാൻ സഹായിക്കാനായിട്ട് IRGC ഉണ്ട്, അവരെ ലോക്കൽ ലെവൽ ഗ്രൗണ്ട് ലെവലിൽ സഹായിക്കാൻ ബാസിജ് മിലീഷ്യാസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ പുറത്തു നിന്ന് ഹൂത്തികളും ഹെസ്ബുള്ളയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയൊരു റെസിസ്റ്റൻസ് അവരൊരു പക്ഷേ പ്രതീക്ഷിച്ച് കാണത്തില്ല. അതുകൊണ്ടാണ് യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യതയും കാണുന്നത്. ഇറാൻ ഇതിൽ പ്രതികരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം നടത്തിക്കൊണ്ടാണ്. ഗൾഫ് രാജ്യങ്ങളുടെ US ബേസുകളിലായിരുന്നു ആക്രമണം ആദ്യം നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഹോർമസ് കടലിടുക്ക് കപ്പലുകളിൽ ആക്രമണം ഉണ്ടാകുന്നു. പിന്നീട് ഇപ്പോൾ സൗദിയിൽ അരാംകോയുടെ റിഫൈനിങ് ബേസിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഇറാൻ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ വെസ്റ്റ് ഏഷ്യയിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അത് ഇറാനെ ബാധിക്കില്ല. ഇറാൻ അവിടെ ഒറ്റപ്പെടാനുള്ളൊരു സാധ്യതയില്ലേ? ഇറാൻ ഒറ്റപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും ഉണ്ടാകാവുന്ന ഒരു വികാരം അതില്ലാതാക്കുന്ന ഒരു സമീപനമല്ലേ അത്? ഇറാൻ്റെ കേസിൽ താങ്കൾ പറഞ്ഞ പോലെ ഓൾറെഡി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആരും തന്നെ സഹായിക്കാനില്ല. പക്ഷേ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതും വെറുക്കപ്പെട്ട് നിൽക്കുന്നതെന്നൊന്നും 2 വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ ഒരു സെൻറ്റിമെൻറ്റ് പെട്ടെന്ന് മാറി. നമ്മൾ കൃത്യമായിട്ട് വീക്ഷിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റാക്കിന് ശേഷം അവിടുത്തെ സ്കൂളിൽ 150ഓളം ആളുകൾ മരിച്ചപ്പോൾ, അതും കുട്ടികൾ മരിച്ചപ്പോഴത്തേക്കും സെൻറ്റിമെൻറ്റ് പതുക്കെ മാറി. അതുവരെ സംസാരിക്കാതിരുന്ന ഫ്രാൻസും ജർമ്മനിയും ഒപ്പം ഇന്ത്യ പോലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചപ്പോഴത്തേക്കും സെൻറ്റിമെൻറ്റ്സ് മാറിയിരുന്നു. പക്ഷേ ഗൾഫ് രാജ്യങ്ങളെ പിറ്റേ ദിവസം മുതൽ ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അല്ലെ പിറ്റേ നിമിഷം മുതൽ ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ സെൻറ്റിമെൻറ്റ് വീണ്ടും തിരിഞ്ഞു ഇവർക്കെതിരായിട്ട്. പക്ഷേ ഇവിടെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി സമ്മർദ്ദം ചെലുത്തി അമേരിക്കയും ഇസ്രായേലിനെയും ഇതിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൗദി അരാംകോ ആണെങ്കിലും ഖത്തറിൽ ഇന്നൊരു ആക്രമണം നടത്തിയതുകൊണ്ട് LNGയുടെ സപ്ലൈ പ്രൊഡക്ഷൻ ഖത്തർ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പം അതുപോലെ ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യം പറഞ്ഞു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, ലോകത്തിൻ്റെ 30% ക്രൂഡ് ഓയിലും 25% LNGയും 33% LPGയും കടന്നു പോകുന്ന പാതയാണ്. ആ പാതയിൽ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് പറയുന്നത്, നമ്മുടെ 50% ക്രൂഡ് ഓയിലും വരുന്ന അവിടെയാണ്, പകുതി ക്രൂഡ് ഓയിലും. അപ്പോൾ അത് തടസ്സപ്പെടുത്തുമ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അതിൻ്റെ പ്രഷർ ഫീൽ ചെയ്യും. മാത്രമല്ല ഹൂത്തികളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ റെഡ് സീയിൽ പലപ്പോഴും പ്രത്യേകിച്ച് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൽ വലിയ ആഴമില്ല. അതുകൊണ്ട് നേവൽ മൈനുകളൊക്കെ വളരെ ചീപ്പായിട്ട് തന്നെ അവർക്ക് നടപ്പാക്കാവുന്ന കാര്യങ്ങളാണ്. നേവൽ മൈനുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഷിപ്പുകൾ ആ വഴി പോകാൻ മടിക്കും. പോകുന്ന ഷിപ്പുകൾ എക്സ്പ്ലോഡ് ചെയ്യും.
അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻഷുറൻസ് കോസ്റ്റ് കൂടി. ഈ ഷിപ്പുകൾ പോകാൻ മടിക്കുന്ന ഷിപ്പുകളോ അവർ വഴി തിരിച്ചു പോകുമ്പോൾ 2-3 ആഴ്ച എക്സ്ട്രാ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഫ്യൂവൽ എക്സ്പെൻസ് കൂടി. ഇതെല്ലാം കാരണം ഫ്രൈറ്റ് ചാർജസ് നാച്ചുറലി കൂടും. ഇതെല്ലാം കൂടെ കസ്റ്റമറുടെ കയ്യിലോട്ട് വരും. അതാണ് ഇൻഫ്ലേഷണറി ട്രെൻഡ് വരുമോ എന്നൊരു ഭയം. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ ഒരു വശത്ത് എക്കണോമിക് ആയിട്ടുള്ള സ്ട്രാറ്റജി നോക്കുന്നു, മറുവശത്ത് മിലിറ്ററിലി അവർ പ്രതിരോധം തീർക്കുന്നു. അങ്ങനെ ഇറാൻ അവർക്ക് പറ്റിയ എല്ലാ രീതിയിലും ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ അവർ പൊതുവിൽ ഇറാന് അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്ന രാജ്യങ്ങളും കൂടിയാണ്. അവരുടെ ഒരു നിലപാട് എന്തായിരിക്കും ഇനി? റഷ്യയും ചൈനയും മിലിറ്ററിലി ഇടപെടില്ല, പ്രത്യേകിച്ച് അമേരിക്ക ഇൻവോൾവ് ആയതുകൊണ്ട്. എന്നാൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രഹസ്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു പല അലയൻസിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ബ്രിക്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, G20യെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കിടയിൽ ഒരു രഹസ്യ അലയൻസ് ഉണ്ട്. അത് വേണ്ട രീതിയിൽ സംസാരിക്കപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ക്രിങ്ക് എന്ന് പറയും. C for ചൈന, R for റഷ്യ, I for ഇറാൻ, NK for നോർത്ത് കൊറിയ. അതായത് അമേരിക്ക പരമ്പരാഗതമായിട്ട് ഇഗ്നോർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവഗണിക്കുന്ന, അല്ലെങ്കിൽ ഭയക്കുന്ന, അല്ലെങ്കിൽ സാങ്ഷൻസ് അടിച്ച് പുറത്തുന്ന രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടത്തിയും വെപ്പൺസ് കൊടുത്തും സഹായിക്കുന്ന ഒരു രീതിയുണ്ട്. അത് പതിവ് പോലെ തന്നെ അവിടെ നടക്കുമെന്ന് തോന്നുന്നു. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ മറ്റേ എയർവേയും വാട്ടർ വേയും ഒക്കെ ഓപ്പൺ ആയി കിട്ടണമെന്നുള്ളൊരു തടസ്സമുണ്ട്. അപ്പോൾ അത് ഒരു വശത്ത് നടക്കുന്നു. പക്ഷേ ഒരിക്കലും മിലിറ്ററിലി ചൈനയോ റഷ്യയോ യൂഷ്വലി ഇൻവോൾവ് ആകും. റഷ്യ ഓൾറെഡി യുക്രൈൻ യുദ്ധത്തിൻ്റെ ക്ഷീണത്തിൽ നിൽക്കുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാനായിട്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഇങ്ങനെ മിലിറ്ററി ഇൻവോൾവ് ആകാറില്ല, അമേരിക്ക ഉൾപ്പെടുന്ന യുദ്ധങ്ങൾ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ബ്രിട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്, ഇപ്പം പണ്ട് മുതലേ അറിയാം, ഇസ്രായേലിൻ്റെ കേസിൽ അമേരിക്കയെ പോലെ തന്നെ എപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള രാജ്യമാണ് UK. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നു അവർക്കും ഈ അമേരിക്കയൊക്കെ ഉള്ള പോലെ സ്റ്റേക്ക് ഗൾഫ് കൺട്രീസിലുണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇപ്പോൾ സൈപ്രസിൽ ഉൾപ്പെടെ ആക്രമണം നടന്നു. അപ്പം മിലിറ്ററി ബേസുകൾ അവിടെയുണ്ട്. മാത്രമല്ല ഇപ്പോൾ ദുബായിയുടെ കേസ്, ദുബായിൽ ആക്രമണം നടന്നപ്പോൾ നമ്മളൊക്കെ ഭയന്നു, ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഈ ദുബൈയിൽ 90% ആളുകളും ദുബൈക്കാരല്ല. അവിടെ പുറത്തുനിന്ന് വരുന്ന കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള ക്രൗഡ്. ഇന്ത്യക്കാരുണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്, അമേരിക്കക്കാരുണ്ട്. അമേരിക്കക്കാർ ശരിക്കും 40,000 ഉള്ളൂ, ബ്രിട്ടീഷുകാർ 2.5 ലക്ഷമുണ്ട്. അവർക്ക് അവിടെ ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്, അവിടെ താമസിക്കുന്നവരുണ്ട്, അവിടെ ടൂറിന് വരുന്നവരുണ്ട്. അപ്പം വലിയൊരു ഇൻട്രസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ UK-ക്കും ഉണ്ട്. അതുകൊണ്ടാവും UK-യും ഇതിൻ്റെ അകത്ത് 100% ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതും ഇതിനു വേണ്ടി മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നത്. അതായത് അമേരിക്കയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്, അടുത്ത കാലത്തുണ്ടായ ഒരു സമീപനം എന്ന് പറയുന്നത്, പാശ്ചാത്യ ലോകത്തിൻ്റെ ഒരു പ്രാധാന്യം മറ്റ് മേഖലകളിൽ, അതായത് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ഉണ്ടാവണം എന്ന പഴയ ആ ഒരു നിലപാട് തന്നെ അവർ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു നിലപാടിൻ്റെ ഭാഗം കൂടിയാണോ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുന്നതിന് കാരണം എന്ന് പറയാൻ കഴിയില്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ പഴയ മൺട്രോ ഡോക്ടറിനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വിളിക്കുന്ന ഡോൺട്രോ ഡോക്ടർ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വെനസ്വേലയിലും പല സ്ഥലങ്ങളിലും ചെയ്ത് കൂട്ടുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ആസ്പെക്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അതിലൊക്കെ കൂടുതൽ അമേരിക്കയുടെ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ ഇത് ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അതെന്തിനാണ് അത്രയധികം ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റിനൊപ്പം അമേരിക്ക നിൽക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമേരിക്കയേക്കാൾ ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലിനാണ് ഇൻട്രസ്റ്റ് കൂടുതൽ. ഇസ്രായേലിന് അവിടെ എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഒരു പരിധിവരെ അവരുടെ നറേറ്റീവ് ഭയമാണ് അവർ പറയുന്നത്. അതായത് ഞങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യം, ഞങ്ങളുടെ ചുറ്റും അറബ് നേഷൻസ്, അവിടെ വർഷങ്ങളായിട്ട് ഞങ്ങളെ ശല്യം ചെയ്യുന്ന ഹൂത്തികളും ഹമാസും ഹെസ്ബുള്ളയും, ഒപ്പം ഇറാഖിലുള്ള മിലീഷ്യാസ്, സിറിയയിലുള്ള മിലീഷ്യാസ്, സുഡാനിലെ സിവിൽ വാറിൽ പോലും ഇവർ കയറി ഇടപെടുന്നു. എല്ലാ ദിവസവും അവിടെ സമരങ്ങൾ നടത്തുമ്പോൾ ഡെത്ത് ടു ഇസ്രായേൽ എന്നും ഡെത്ത് ടു അമേരിക്ക എന്നും പറയുന്നു. നമ്മളെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ്, അവരെ നശിപ്പിച്ചില്ലെങ്കിൽ നാളെ ഞങ്ങളില്ല എന്ന് പറഞ്ഞു ആണ് അവരുടെ ഒരു വാദം. മാത്രമല്ല നെതന്യാഹു ഇതിൻ്റെ അത് ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ അമേരിക്കൻസിനെ കൂടെ, അമേരിക്കൻ ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്ന തരത്തിലുള്ള, ഇപ്പോൾ കഴിഞ്ഞ വർഷം 2025 നവംബറിൽ ബെൻ ഷപ്പീറോ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു പോഡ്കാസ്റ്റിനോട് അടുത്ത് വലിയൊരു തോട്ട് ലീഡറാണ്, കൺസർവേറ്റീവ് തോട്ട് ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ അമേരിക്കക്കാരിത് ശരിക്കും വേണ്ട രീതിയിൽ കാണുന്നില്ല. നിങ്ങളുടെ വിചാരം എന്താ, ഇറാൻ്റെ കയ്യിൽ 2000 കിലോമീറ്റർ മാത്രം പോകുന്ന ബലിസ്റ്റിക് മിസൈൽ ഉണ്ടെന്നാണോ? അല്ല, അവർക്ക് 8000 കിലോമീറ്റർ പോകുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ ബലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളൊരു 3000 കിലോമീറ്ററിൻ്റെ ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ കോസ്റ്റ് ലൈനായി, എന്നിട്ടും നിങ്ങൾക്ക് ഭയമില്ലേ, നിങ്ങൾ പ്രതികരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. പകുതി ആളുകൾ അത് വിശ്വസിച്ചിട്ടില്ല, അതിലൊരു വാസ്തവമില്ലെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നറേറ്റീവിലൂടെ അവിടുത്തെ കൺസർവേറ്റീവ് ക്രൗഡ്, പ്രത്യേകിച്ച് ട്രംപിൻ്റെ പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയുള്ള ക്രൗഡിനെ കൺവിൻസ് ചെയ്യാൻ നെതന്യാഹു മറുവശത്ത് ട്രംപ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഉപരി ഞാൻ കാണുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ എപ്പോൾ എന്ത് ശ്രമിച്ചാലും റെസിസ്റ്റൻസ് വരുന്ന ഇറാൻ്റെ ഭാഗത്തു നിന്നാണ്, അല്ല ഇറാൻ്റെ പ്രോക്സികളുടെ ഭാഗത്തു നിന്നാണ്. ആ റെസിസ്റ്റൻസിന് ഇസ്രായേലിന് താല്പര്യമില്ല. മാത്രമല്ല ശരിയാണ് അവർ പറയുന്ന എല്ലാം ഫാക്ച്വലി ശരിയാണ്. ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട്, ഡെത്ത് ടു അമേരിക്ക എന്ന് പറയുന്നുണ്ട്.
ആക്രമിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇറാൻ ആയിട്ട് അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ വളരെ വിരളമാണ്, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. കൂടുതലും ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന നയം എന്ന് പറയുന്നത് ഇറാൻ്റെ ഒരു ഭരണമാറ്റം എന്നുള്ളതാണ്. ഈ ഭരണമാറ്റം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു റേസ പലവി സാമ്രാജ്യത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണോ അമേരിക്ക ഉദ്ദേശിക്കുന്നത്? അങ്ങനെ സാധ്യമാകും? പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയൊരു രാജ്യത്ത്, അതായത് ഇന്ത്യയുടെ പകുതിയുണ്ട് അതെ. ശരിക്കും പറഞ്ഞാൽ 9 കോടി ആളുകളുണ്ട്. അപ്പോൾ വലിയൊരു ഇത്രയും വലിയൊരു രാജ്യം, അവിടെ ഇത്രയും വലിയൊരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം ബ്രേക്ക് ചെയ്ത് അവിടെ റെജീം ചേഞ്ച് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഗ്രൗണ്ട് ഇൻവേഷൻ ഇല്ലാതെ. ഇനി അതില്ലാതെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക, അങ്ങനെ കൊണ്ടുവന്നാൽ ആരാണ് റിപ്ലേസ്മെൻറ്റ്? ഒന്നാമത്തെ കാര്യം, ഈ റെജീം ചേഞ്ച് സാധ്യമാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിക്റ്റേറ്ററിനെ തളയ്ക്കാൻ വേണ്ടി പുറത്തു നിന്ന് ആളെ ഇറക്കി തളയ്ക്കുന്നു, ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ചെയ്ത പോലെ. അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു ഒപ്പോസിഷനെ കൂടെ ചേർത്ത് ജനങ്ങളെ ഇറക്കി അട്ടിമറിക്കുന്നു. നമ്മൾ നേപ്പാളിൽ കണ്ടു, ബംഗ്ലാദേശിൽ കണ്ടു, ശ്രീലങ്കയിൽ കണ്ടു. പക്ഷെ അപ്പോഴൊക്കെ അവിടെ ഒരു ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഒപ്പോസിഷൻ ഇല്ല. അപ്പോൾ ഇവിടെ ആകെ ശ്രമിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. അതും പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, റെസാ പാലവി 36 വർഷമായിട്ട് അമേരിക്കയിലാണ്. അദ്ദേഹത്തിന് ഇറാനിലെ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യവുമില്ല. അങ്ങനെ ഒരാളെ ഇറാൻ സ്വീകരിക്കുമോ എന്നൊരു ചോദ്യം. രണ്ടാമത്തെ ആൾ മീർ ഹുസൈൻ മൂസവിയാണ്. മീർ ഹുസൈൻ മൂസവി എന്ന് പറഞ്ഞാൽ പഴയ ലീഡർ ആയിരുന്നു, പല പ്രൊട്ടസ്റ്റുകൾക്കൊക്കെ മുന്നിൽ നിന്നിട്ടുണ്ട്. പക്ഷേ അടിച്ചമർത്തപ്പെട്ട് ഹൗസ് അറസ്റ്റിൽ വർഷങ്ങളായിട്ട് ഭാര്യയോടൊപ്പം കഴിയുന്നൊരു വ്യക്തി. ഈ പറഞ്ഞ പോലെ ബന്ധമില്ല, ബോധ്യമില്ല പല കാര്യങ്ങളിലും. അദ്ദേഹത്തിന് 85 വയസ്സായി. അദ്ദേഹവും ഒരു കറക്റ്റ് റിപ്ലേസ്മെൻ്റ് അല്ല. അപ്പോൾ എന്താണ് എൻഡ് ഗെയിം എന്നുള്ളതാണ് ഇവിടെ ട്രംപും നെതന്യാഹുവും വ്യക്തമാക്കേണ്ടത്. കാരണം വെച്ചാൽ മാറ്റിയെന്ന് കരുത്, മാറ്റാൻ ബുദ്ധിമുട്ട്, മാറ്റിയാൽ ആരെ കൊണ്ടുവരും, അവരെത്രമാത്രം സ്വീകാര്യരാകും എന്നുള്ളതാണ്. പിന്നെയുള്ളൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പലപ്പോഴും ഇസ്രായേലിൻ്റെ മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ തന്നെ ഈ സുപ്രീം ലീഡറിനെ വധിച്ചതും അവരുടെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ വധിച്ചു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ മൊസാദിൻ്റെ ഏജൻസി ഡെഫിനറ്റ്ലി ഉണ്ട്, ഇവർക്കിടയിൽ തന്നെ കാണും. പക്ഷേ അതിൻ്റെ കണക്ക് എന്ന് പറയുന്ന ഒരു റിവോൾട്ട് നയിക്കാൻ മാത്രമുള്ള ആളുകൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ഈ ഇപ്പം മിലിറ്ററി ഉണ്ട് അവിടെ. മിലിറ്ററി അത്രമാത്രം IRGC പോലെ ലോയലാണെന്ന് കരുതുന്നില്ല. പക്ഷേ ഒരു വലിയ വിങ് ഓഫ് ആളുകൾ അമേരിക്കയോടൊപ്പം ചേർന്ന് ഉള്ളിൽ ജനങ്ങളോടൊപ്പം നിന്ന് ഈ കോൺഫ്ലിക്റ്റ് മുന്നോട്ട് നയിക്കാൻ, അല്ലെ പ്രൊട്ടസ്റ്റ് മുന്നോട്ട് നയിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ചെറിയൊരു സാധ്യതയുണ്ട്. കാരണം പാരലലി ഇന്റേണൽ കോൺഫ്ലിക്റ്റും എക്സ്റ്റേണൽ അറ്റാക്കോട് വരുമ്പോഴത്തേക്ക് ഇറാൻ അത് ബുദ്ധിമുട്ടാവും. അല്ലാത്ത പക്ഷം സാധ്യതയില്ല. ഇതും സാധ്യത വളരെ കുറവാണ്. ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സാധ്യത മാത്രമാണ്, വിരളമായ സാധ്യത. ഈ സമീപകാലത്ത് ഒരു ആഭ്യന്തര പ്രശ്നമൊക്കെ അവിടെ ഉയർന്നു വന്നതാണ്. പക്ഷേ അതത്ര ശക്തമായിരുന്നില്ല. മുൻപും അങ്ങനെ തന്നെ ആയിരുന്നു. അത് ശക്തമായിട്ടുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രതിപക്ഷ ശക്തി ഈ ഇറാനിൽ, അതൊരു ഭരണത്തിലേക്ക് എത്താനുള്ള ഒരു ശക്തിയൊന്നും അവിടെ ഉള്ളതായിട്ട് കരുതുന്നില്ല. അപ്പോൾ ഇതൊരു ആശയക്കുഴപ്പത്തിലേക്ക് പോവില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിന് അതൊരു പ്രശ്നമല്ല, അമേരിക്കയ്ക്ക് അതൊരു കുഴപ്പമാകാനുള്ള സാധ്യതയില്ല. ശക്തിയില്ല എന്ന് പറയുന്നത് ശരിയാണ്, നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. അപ്പം അവിടെ അങ്ങനെ വരുമ്പോഴത്തേക്കും അമേരിക്ക എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ആകെ കാണുന്ന സാധ്യത ഇതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ പിന്നെ റെജീം ചേഞ്ചിന് പകരം റെജീം സറണ്ടർ ഉണ്ടാകും. റെജീം സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നിൽക്കുന്ന ലീഡേഴ്സ്, നേരത്തെ ഹമാസിനെയും ഹെസ്ബുള്ളയും ലീഡേഴ്സിനെ വധിച്ചു കളഞ്ഞ പോലെ ഓരോരുത്തരെയും വധിച്ചു കളയുമ്പോഴത്തേക്കും ഒരു ഫാക്ഷൻ ഓഫ് ആളുകൾ വന്നിട്ട് ട്രംപിനോട് വന്ന് ശരി നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവരുടെ ഒരു 70% ഫേവറിൽ, 80% ഫേവറിൽ, അമേരിക്കയുടെ ഫേവറിൽ ശരിവെക്കുന്നു. അമേരിക്ക പറയുന്ന പോലെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. അതിനും വളരെ 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 സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇവിടെ എൻഡ് ഗെയിം എന്താണെന്നുള്ളത് വ്യക്തമാക്കാൻ ട്രംപിനോ നെതന്യാഹുവിനോ കഴിഞ്ഞിട്ടില്ല. റെജീം ചേഞ്ച് എന്ന് പറയുമ്പോഴും ആരെ വെക്കും, എങ്ങനെ ചെയ്യും എന്നുള്ളതിന് വ്യക്തതയില്ല. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അമേരിക്ക ഏറ്റവും ഒടുവിലായി അവരുടെ നിലപാട് പറയുന്നത് ഇറാഖ് യുദ്ധം പോലെ ഒരു യുദ്ധമല്ല ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. അത് ഈ ഒരു ആശയക്കുഴപ്പം അവർക്കുള്ളിലുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇറാഖ് യുദ്ധം പോലെ ഒരിക്കലും പറ്റില്ല. കാരണം വെച്ചാൽ ഇവിടെ ഈ നേരത്തെ പറഞ്ഞ വലിയ രാജ്യവും സിസ്റ്റവും ഒക്കെ നമ്മൾ ഓർക്കണം. ഒപ്പം ഈ IRGCയും ബാസിജ് മിലീഷ്യയും മിലിറ്ററിയും ഉണ്ടെന്ന് ഓർക്കണം. അവിടെ കയറി ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരുപാട് ജീവനുകൾ നഷ്ടമാകും. ആ ജീവനുകൾ നഷ്ടമാകുമ്പോൾ ട്രംപിന് നഷ്ടമാകാൻ പോകുന്ന വോട്ടുകളാണ്. കാരണം ട്രംപ് ഇത്തവണ കയറിയത് സത്യം പറഞ്ഞാൽ ഇത്രയും വോട്ടുകളോടെ ഒരു റിപ്പബ്ലിക്കൻ പ്രസിഡന്റും അമേരിക്കയുടെ ചരിത്രത്തിൽ ജയിച്ചു വന്നിട്ടില്ല. അങ്ങനെ ജയിച്ചു വന്നൊരു പ്രസിഡന്റ് ജയിക്കാനുള്ള കാരണം, ഒന്ന്, പല സ്ഥലങ്ങളിലുള്ള മുസ്ലിം വോട്ടുകൾ, മിഷിഗൻ പോലുള്ള സ്ഥലങ്ങളിലുള്ള മുസ്ലിം വോട്ടുകൾ വരെ കിട്ടി ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കാമെന്നുള്ള വാഗ്ദാനത്തിൽ. എന്നാൽ അമേരിക്കൻ വോട്ട്സ് കിട്ടിയത്, നാഷണലിസ്റ്റുകളുടെ വോട്ട് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരിക്കലും അമേരിക്ക മറ്റൊരു രാജ്യത്തിന് വേണ്ടി പൈസ മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇനി ഒരിക്കലും നമ്മുടെ സൈനികൻ മറ്റൊരു രാജ്യത്ത് പോയി കാലുകുത്തേണ്ട ആവശ്യം വരത്തില്ല, ഇനി ഒരിക്കലും ഒരു സൈനികൻ മറ്റൊരു രാജ്യത്ത് മരിച്ചു വരുന്നത് നിങ്ങൾ കാണേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു. ഇത് മൂന്നും നടന്നു.
ഇനി ഒരിക്കലും യുദ്ധം തുടങ്ങില്ല എന്ന് പറഞ്ഞു, അതും നടന്നു. യുദ്ധം അവസാനിപ്പിക്കാന്ന് പറഞ്ഞു, അതൊട്ട് നടന്നുമില്ല. അപ്പോൾ അങ്ങനെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ എഡ്ജ് സ്വാഡാ. ഇതും നടക്കില്ല, അതേസമയം നടന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കാര്യമായ രീതിയിൽ പോപ്പുലാരിറ്റി, റെപ്യൂട്ടേഷൻ, വോട്ട് മൂന്നും നഷ്ടപ്പെടാനുള്ള സാധ്യത. നമുക്കറിയാം ഇതൊരു വലിയ പ്രശ്നമാകുന്ന ഒരു യുദ്ധം തന്നെയാണ്. പലതരത്തിലുള്ള ഡയമെൻഷൻസ് ഉണ്ട്. ആഗോളതലത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഏത് തരത്തിലായിരിക്കും? പല രീതിയിൽ നോക്കിക്കാണാം. ഇപ്പം നമ്മൾ പൊതുവേ ഈ യുദ്ധത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഫ്ലൈറ്റുകൾ ഒക്കെ ക്യാൻസൽ ചെയ്തു. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു കേസ്. ഇപ്പോൾ ഗൾഫിലെ ആളുകളെ ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബന്ധുക്കളെയും മക്കളെയും കൊച്ചുമക്കളെയും കാണാൻ പോയവരോട് പെട്ട് കിടക്കുന്നു. ജോലിക്ക് ലീവ് എടുത്ത് വന്നവർ ഇവിടെ പെട്ട് കിടക്കുന്നു. എയർലൈൻസ് ക്യാൻസൽ ആവുന്നു. ഈ നഷ്ടമല്ല എയർലൈൻ കമ്പനികൾക്ക് വരുന്നു. എയർലൈൻസ് ക്യാൻസൽ ആകുമ്പോൾ നമ്മൾ ഓർക്കണം, പാസഞ്ചർ എയർലൈൻസ് മാത്രമല്ല കാർഗോ എയർലൈൻസും ക്യാൻസൽ ആകുന്നു. അപ്പോൾ അതിൻ്റെ നഷ്ടം വേറെ വരുന്നു. ഇതൊക്കെ കൂടാതെ പല രീതിയിലും ഇതിൻ്റെ ഇടയിൽ ലാഭം ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില, സിൽവർ, ഇങ്ങനെയുള്ള സേഫ് ഹേവനായിട്ട്, യുദ്ധസമയത്ത് സേഫ് ഹേവനായിട്ട് കരുതുന്ന കാര്യങ്ങളിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള വേറൊരു വാസ്തവം. എന്നാൽ സ്റ്റോക്കുകളിലൊന്നും അത്ര വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമല്ല. ഡിഫൻസ് സ്റ്റോക്കുകൾ ഒഴിച്ച് ഡിഫൻസ് സ്റ്റോക്കുകൾ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറെക്കുറെ. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്കണോമിക് ഇമ്പാക്റ്റ് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അതിൽ പ്രധാന ഒരു ഘടകമാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. അപ്പോൾ അവിടെ ഓയിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഓയിൽ തടസ്സപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള താമസങ്ങൾ വരും, സപ്ലൈക്ക് താമസങ്ങൾ വരും, ഓയിലിൻ്റെ വില ഉയരും. ഓയിലിൻ്റെ വില ഉയർന്നാൽ നമുക്കറിയാം ബാക്കി എല്ലാത്തിൻ്റെയും വില ഉയരും. അതിൻ്റെ അർത്ഥം ഇൻഫ്ലേഷണറി ആയിട്ടുള്ള ട്രെൻഡ് വരും. കോവിഡിൻ്റെ സമയത്ത് കണ്ടതാണ്. അമേരിക്കയും ബ്രസീലും ഇന്ത്യയും ഒക്കെ ഉൾപ്പെടെ ഇൻഫ്ലേഷണറി ട്രെൻഡ് കണ്ടതാണ്. അതേപോലെ സിറ്റുവേഷനോട്ട് പോകണമെങ്കിൽ പക്ഷേ യുദ്ധം ഒരു 1-2 മാസമെങ്കിലും നീണ്ടു പോകണം. പക്ഷേ ഇമ്മീഡിയറ്റ്ലി തന്നെ ഇപ്പം ഓയിലിൻ്റെയൊക്കെ പ്രൈസിൽ അതിൻ്റെ റിഫ്ലക്ഷൻ വന്നു കഴിഞ്ഞു. പക്ഷേ ഇത് നീണ്ടു പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയധികം നീണ്ടു പോകുന്നു അവിടെ ഇറാൻ കുറച്ചുകൂടെ എഡ്ജാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞൊരു പെർസെപ്ഷനാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും അവിടെ ചെന്ന് ആഞ്ഞടിക്കുന്നു, തീർക്കുന്നു, പോരുന്നു. പക്ഷെ അങ്ങനെയല്ല. 2 മാസം നിൽക്കുമ്പോൾ തന്നെ അതൊരു പരാജയമായിട്ടായിരിക്കും. ഇപ്പോൾ റഷ്യയെ നമ്മൾ പരാജയമായി കാണുന്നു. യുക്രൈൻ്റെ അടുത്ത് 3 വർഷമായിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ സിറ്റുവേഷനിലോട്ടും കൂടെ വരാം. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പിന്നെയും ചിന്തിക്കാം, ഇനി ഒരു ഔട്ട്സൈഡ് പോസിബിലിറ്റിയും കൂടെ പറയാം. ട്രംപിൻ്റെ കേസിൽ ഒരു ദിവസം പെട്ടെന്ന് രാവിലെ പ്രസ് കോൺഫറൻസ് ഞങ്ങൾ വിജയിച്ചു, വേണ്ടതെല്ലാം നേടി, എല്ലാം തകർത്തു എന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞാണ്. ന്യൂക്ലിയർ പ്ലാന്റുകൾ തകർത്തു എന്ന് പറഞ്ഞാണ്. അതുപോലെ വിജയം പ്രഖ്യാപിക്കുക എന്നുള്ള ഔട്ട്സൈഡ് പോസിബിലിറ്റിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അങ്ങേയറ്റം പോസിറ്റീവായിട്ട് പറയാനാണ്. ഇന്ത്യയുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എന്തായിരിക്കും എന്നാണ് കരുതുന്നത്? ഇന്ത്യയുടെ വളരെ ന്യൂട്രൽ ആയിട്ടൊരു നിലപാടാണ്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം പലർക്കും ഒരു അസംതൃപ്തി തോന്നിയത്, ഖമേനെയി മരിച്ചതിന് ശേഷം അല്ലെ കൊല്ലപ്പെടുത്തിയതിന് ശേഷം ഒരു റിമാർക്ക് നമ്മുടെ സൈഡിൽ നിന്ന് വന്നില്ല എന്നുള്ളതാണ്. അതിൽ എനിക്ക് തോന്നുന്നത് വളരെ ന്യൂട്രലായിട്ടൊരു സ്റ്റാൻസും ഉണ്ട്. കാരണം അവിടെ ഒരു വാർ സോണാണ്. അവിടെ ബാധിക്കുന്നത് നമ്മുടെ ഇസ്രായേലിനെ പോലെ തന്നെ വേണ്ടപ്പെട്ടാണ് ഇറാൻ. പക്ഷേ ഇസ്രായേലിനാണ് നിലവിൽ നമുക്ക് സാങ്ഷനും തടസ്സങ്ങളൊന്നും ഇല്ലാതെ പല രീതിയിൽ ഇൻ്റലിജൻസും സർവൈലൻസും മിലിറ്ററി എക്യുപ്മെൻറ്റും ഒക്കെ തരുന്നത്. അമേരിക്കയും നമുക്ക് ആവശ്യമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇറാൻ ആഞ്ഞടിക്കുക എന്നുള്ള കോൺസെപ്റ്റ് നമുക്കില്ല. തിരിച്ചൊരു വാദം കൂടെയുണ്ട്. അതായത് ഖമേനെയി ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷനെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തൊരു വ്യക്തിയും കൂടെയാണ്. അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നു ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. 2019 ആർട്ടിക്കിൾ 370 പ്രാബല്യത്തിൽ വന്നപ്പോഴത്തേക്കും അവിടെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇന്ത്യയിലെ മുസ്ലിംസിനെ ഓർത്ത് വളരെ വലിയ കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും അത്ര രസത്തിലല്ല നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു ഫാക്റ്റാണ്. പക്ഷേ അതിൽ കൂടുതൽ ഞാൻ കാണുന്നത് ആ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, പ്രത്യേകിച്ച് ഇസ്രായേലും അമേരിക്കയും മറുവശത്ത് നിൽക്കുമ്പോൾ എന്നുള്ളത് കൊണ്ടാവണം അതിനെക്കുറിച്ച് പറയാതിരുന്നത്. ഏറെ വർഷങ്ങളായിട്ട് ഇറാനും ഇന്ത്യയും നല്ല ബന്ധത്തിൽ തന്നെയാണ് പോരുന്നത്. ഇന്ധനം വാങ്ങുന്നത് പോലുള്ള ബന്ധവും വ്യാപാര ബന്ധവും നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ വളരെ ന്യൂട്രലായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു നിലവിൽ ഇന്ത്യക്ക് നഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ സംഭവിച്ചതല്ല. നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ചാബഹാർ പോർട്ടാണ്. ചാബഹാർ പോർട്ട് 10 വർഷത്തെ കോൺട്രാക്റ്റ് നമ്മൾ ഒപ്പുവെച്ച് 2004 പണി തുടങ്ങി. അവിടെ ഇപ്പം അമേരിക്ക പണി തരുകയും ചെയ്തു. ഓക്കെ. അപ്പം ചാബഹാർ പോർട്ടിൻ്റെ കേസിൽ നമുക്ക് വലിയ ഗുണമാണ്. കാരണം പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്ത് അഫ്ഗാനിസ്ഥാൻ വഴി ഏഷ്യയിലോട്ട്, സെൻട്രൽ ഏഷ്യയിലോട്ട് ട്രേഡ് നടത്താൻ പറ്റുന്നൊരു ഇതാണ്. 2, ഇപ്പോൾ സാങ്ഷൻസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളും ഇറാൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നില്ല. പക്ഷേ സാങ്ഷൻസിനൊക്കെ മുമ്പ് തന്നെ റഷ്യയേക്കാൾ ചീപ്പായിട്ടുള്ള കോസ്റ്റിൽ നമുക്ക് ക്രൂഡ് ഓയിൽ തന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. വലിയ ക്രെഡിറ്റ് പീരീഡ് തന്നിരുന്നു. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട്. ഇപ്പോഴും ആ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഇവിടെ ശബ്ദിക്കാതിരിക്കുമ്പം
ആ ഒരു തലത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാത്രമല്ല, എക്കണോമിക് സ്ട്രാറ്റജിയും കൂടെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ട്രംപും ഇന്ത്യയും അതിൻ്റെ അകത്ത് ചിന്തിച്ചിട്ടുള്ളത് വെനസ്വേലയുടെ ഓയിൽ ഓഫർ ചെയ്തത് നമ്മൾ ശ്രദ്ധിച്ച് കാണും. മാത്രമല്ല ഇപ്പം അമേരിക്കൻ ടാരിഫ് പോയതോടെ റഷ്യൻ ഓയിലും ഓപ്പണായി. അപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ അവന്യൂസ് ഉണ്ടെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടും കൂടെ ആയിരിക്കണം. മാത്രമല്ല സാങ്ഷൻസ് നൽകുന്ന അത്രയും കാലം ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഒട്ട് കിട്ടാനും പോകുന്നില്ല ഇറാൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറാനിൽ നിന്നൊരു ഗുണം വരാനില്ല. വെനസ്വേലയും റഷ്യ അപ്പുറത്തുണ്ട് എന്നുള്ളത് ഒരു ചെറിയ ഘടകമാണ് ഇതിൻ്റെ. രാജ്യാന്തര തലത്തിലുള്ള വ്യാപാരം നോക്കുകയാണെങ്കിൽ ചൈനയെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറാനുമായി അവർക്ക് വേറൊരു തരത്തിലുള്ള വ്യാപാര ബന്ധമുണ്ട്. ഇനി ഇറാൻ ഒരു തരത്തിൽ അവർക്കൊരു പതനം ഉണ്ടാവുകയാണെങ്കിൽ ചൈനയെ അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? ചൈന ഒരുപാട് കാര്യങ്ങളിൽ ചൈന സെൽഫ് സഫീഷ്യൻ്റ് ആണ്. ലോകമാണ് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഓയിലിൻ്റെ ഒക്കെ കേസിൽ ഇറാൻ്റെ സപ്ലൈയുടെ 90% വാങ്ങുന്നത് ചൈനയാണ്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടച്ചിടുമ്പം അതും ചൈനയെ ബാധിക്കും എന്നുള്ളത് വാസ്തവമാണ്. ചൈനയെ മാത്രമല്ല ഇറാനെയും അത് ബാധിക്കും. കാരണം ഇറാൻ ഇത് പുറത്തോട്ട് വിടാൻ സാധിക്കാത്തതുകൊണ്ട് ഇറാനും എക്കണോമിക്കലി അത് ഗുണം ചെയ്യില്ല. അപ്പോൾ അതാണ് ചൈനയുടെ വശം. പിന്നെ രണ്ടാമത് സ്ട്രാറ്റജിക്കലി ഇവരുടെ ഒരു പാർട്ണർ കൂടെയാണ് ഇറാൻ. നേരത്തെ പറഞ്ഞ പോലെ അക്രിങ്ക് എന്ന് പറയുന്ന സംഘടന പോലെയുള്ള ഇതിൻ്റെ അകത്തുള്ളൊരു സ്ട്രാറ്റജിയാണ്. ട്രേഡ് പല രീതിയിൽ, ഓയിൽ മാത്രമല്ല പല രീതിയിലുള്ള ട്രേഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജിക് പാർട്ണറെ കൂടെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും ചൈനയാണ്. അവരവരുടെ സേഫ്റ്റി സെക്യൂരിറ്റി ആദ്യം നോക്കും. അനാവശ്യമായിട്ട് മിലിറ്ററിലി ഒരു ഇടപെടൽ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ട്വീറ്റുകൾ പ്രതീക്ഷിക്കാം, സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രതീക്ഷിക്കാം. UN-ൽ പോയിട്ട് കാര്യമില്ല, പക്ഷെ പോയാലും അവിടെയും ഡിപ്ലോമാറ്റിക് ആയിട്ട് സപ്പോർട്ടും പ്രതീക്ഷിക്കാം. അത്രമാത്രമായിരിക്കും ചൈന ചെയ്യുക നിലവിലെ സാഹചര്യം. നമുക്കറിയാം ഇറാനിലെ ജനങ്ങൾക്ക് ആ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്ന ഒരു സമീപനം അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അവിടെ ഉള്ള സുപ്രീം ലീഡർ എന്ന തരത്തിൽ ഖമേനി ജനങ്ങളോട് ഏത് തരത്തിലായിരുന്നു ഇടപെട്ടത്? രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുകയും ഖമേനിയെ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു നിലപാട് എന്താണ് ഇപ്പോൾ? മിക്സ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയനാണ്. ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വശത്ത് കൺസർവേറ്റീവ് ആയിട്ടുള്ള പഴയ തലമുറയുണ്ട്. അവർ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്, കൺസർവേറ്റീവ് ആണ്. അദ്ദേഹത്തെ ഒരു സ്പിരിച്വൽ ഫിഗർ ആയിട്ടുകൂടെയാണ് കണ്ടത്. ഒരു സുപ്രീം ലീഡറായിട്ട് മാത്രമല്ല, ഒരു നേഷൻ്റെ ലീഡറായിട്ട് മാത്രമല്ല. എന്നാൽ യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 16 വർഷത്തിനിടയിൽ 5 വലിയ പ്രൊട്ടസ്റ്റുകളുണ്ടായി. 2009, 17, 19, 22, 25. ഈ പ്രൊട്ടസ്റ്റുകളെല്ലാം യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അടിച്ചമർത്തുകയും ഇപ്പം എന്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായെന്നുള്ളൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഈ ഒരു ഭരണകൂടം ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള ഇറാൻ്റെ എക്കണോമിക് ഗ്രോത്ത് ഏകദേശം 9% ആയിരുന്നു. ഇപ്പോൾ 0.3% ആണ്. അന്ന് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് തുച്ഛമായ 4%ആയിരുന്നു. ഇന്ന് യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് 30% ആണ്. ഇറാൻ്റെ കറൻസി ഇടിഞ്ഞ് ഒരു US ഡോളറിന് 12 ലക്ഷം ഇറാനിയൻ റിയാൽ കൊടുക്കേണ്ട സിറ്റുവേഷനിലാണ്. മാത്രമല്ല ഇൻഫ്ലേഷൻ 40%. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. തൊഴിലില്ലായ്മ. ഇതിനെ ഒരു സൊല്യൂഷനായിട്ടാണ് ഇവർ ഇറങ്ങുന്നത്. പക്ഷേ ആ ഒരു ശബ്ദം പോലും അടിച്ചമർത്തുന്നത് മാത്രമല്ല, അങ്ങനെ പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയ ആളുകളെ ജയിലിലടയ്ക്കുകയോ അല്ലെങ്കിൽ അടിച്ചമർത്തുകയോ അവർ ചിലർ കാണാതാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കും യുവാക്കൾക്കിടയിൽ തിരിച്ചൊരു അഭിപ്രായമാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപക്ഷെ കണ്ടു കാണും. അവർ ആഹ്ലാദിക്കുന്നതും സന്തോഷിക്കുന്നതും കണ്ടു കാണും. അതുകൊണ്ട് മിക്സ്ഡ് ആണ് ഒപ്പീനിയൻ. ഒരു കൺസർവേറ്റീവ് അല്പം കൂടെ പ്രായമേറിയ ജനറേഷനിടയിൽ സ്പിരിച്വൽ ലീഡർ എന്നുള്ള നിലയ്ക്ക് വലിയൊരു നഷ്ടമാണ് അവർക്ക്. മാത്രം ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിംസിന് വലിയ നഷ്ടമാണ്. എന്നാൽ അവിടുത്തെ ചെറുപ്പക്കാരായ പ്രൊട്ടസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയ ചെറുപ്പക്കാരും അവരുടെ അടുപ്പക്കാരും ഒക്കെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് ഇറാന് ആണവശേഷി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാഖിനെ ആക്രമിച്ചതും അങ്ങനെ തന്നെയാണ്. ആണവ കേന്ദ്രങ്ങൾ ഇതിനു മുൻപ് ഇസ്രായേലിനെ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടുള്ളതുമാണ്. എന്താണ് അതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത? എന്താണ്? ഇറാൻ ഇപ്പോഴും ഒരു ആണവശക്തി തന്നെയാണോ? ആണവശക്തിയാണ് എന്ന് പറയാറായിട്ടില്ല. പക്ഷേ എൻറിച്ച്മെൻറ്റ് 3%-ൽ നിന്ന് 60%-ൽ എത്തിച്ചത് ആണവശക്തിയിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന് തീർച്ചയായിട്ടും പറയാം. പക്ഷേ ട്രംപ് കഴിഞ്ഞ തവണ വാദിച്ചത് ഇതെല്ലാം തകർത്ത് കളഞ്ഞു. നീതാൻസും ഇസ്ഫഹാനും ഫോർഡോയും പോലുള്ള വലിയ വലിയ കേന്ദ്രങ്ങളെല്ലാം തകർത്തു, നമ്മൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അവിടെ അവർക്ക് അവശേഷിക്കുന്നത് ട്രംപ് തന്നെ പറയേണ്ട ഒരു ആൻസറാണ്. പക്ഷേ തീർച്ചയായിട്ടും അന്ന് നമുക്കറിയാമായിരുന്നു, അതായത് ലോകത്തിന് മൊത്തം അറിയായിരുന്നു, പല രീതിയിലുള്ള ഇൻഫർമേഷൻ പുറത്തു വന്ന് മൊത്തമായി നശിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ അത് മാത്രമല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ ഒപ്പം ബലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാംസ് അവസാനിപ്പിക്കാനും പ്രോക്സി സപ്പോർട്ട് അവസാനിപ്പിക്കാനും കൂടെയാണ്. ഈ 3 കണ്ടീഷൻസാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അവിടെ ന്യൂക്ലിയർ കേസിൽ മാത്രം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഈ NPT പോലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ UN-ൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം 5 രാജ്യങ്ങൾ അവരുടേതായിട്ടുള്ള രീതിയിൽ സെൽഫ് സഫീഷ്യൻ്റായി വെപ്പൺസ് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള രാജ്യങ്ങളോട് പറയുകയാണ്, നിങ്ങളിനി ഒന്നും ചെയ്യരുത്, ഞങ്ങളുള്ളത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്, അങ്ങനെ നമുക്ക് പീസ്ഫുൾ ആയിട്ടൊരു ലോകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും ഉപേക്ഷിക്കാതെ മറ്റവരെ കൊണ്ടൊന്നും തുടങ്ങാൻ സമ്മതിക്കാതെ ഇന്നിപ്പം
ഇന്ത്യയുടെ അന്നത്തെ ഡിസിഷൻ ഓർത്ത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കണം നമ്മൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മാത്രമാണെന്ന് പറഞ്ഞത് ഇത് ഡിസ്ക്രിമിനേറ്ററി ആണ്. നിങ്ങൾ ചെയ്തെടുത്തു, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ കണ്ടു, അപ്പം ഞങ്ങൾക്കെതിരെ ചെയ്യുന്നത് വളരെ ഡിസ്ക്രിമിനേറ്ററി ആണെന്ന് പറഞ്ഞ് മാറി നിന്നു. നമ്മൾ മാറി നിന്നുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ മാറി നിന്നു, പിന്നീട് നോർത്ത് കൊറിയയൊക്കെ ഇറങ്ങി എന്നുള്ള വേറൊരു കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അമേരിക്കയുടെ ഈ ന്യൂക്ലിയർ ഡിസാർമമെൻറ്റിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും അതൊക്കെ വളരെ ആ ആർഗ്യുമെൻറ്റ് വളരെ ഹോളോ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉള്ളതാണ്. പക്ഷേ ഈ ഒരു കേസിലും അത് തന്നെയാണ്. കാരണം തകർത്ത് കളഞ്ഞു എന്ന് പറയുന്നെങ്കിൽ പിന്നെ അവിടെ ഉണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം?